Bismillahirrahmanirrahim. Innalhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Assalamu alaikum warahmatullahi wabarakatuh. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കടം നൽകിയവൻ്റെയും കടം വാങ്ങിയവൻ്റെയും സക്കാത്ത്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെ ഫത്വകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. ബിൻ ബാസ് റഹിമഹുള്ളയോട് ചോദിച്ചു, പലിശരഹിത കടമായി നൽകിയ പണത്തിൻ്റെ സക്കാത്ത് കടം നൽകിയവനാണോ നൽകേണ്ടത് അതോ കടം വാങ്ങിയവനാണോ നൽകേണ്ടത്? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. കടം നൽകിയവനാണോ കടം വാങ്ങിയവനാണോ? അപ്പോൾ ഷെയ്ഖ് റഹിമഹുള്ള മറുപടി പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് പണം കടം നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ സാമ്പത്തിക ശേഷിയുള്ളവനും നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് പണം തിരിച്ചു നൽകാൻ കഴിവുള്ളവനുമാണെങ്കിൽ ആ പണത്തിൻ്റെ സക്കാത്ത് നിങ്ങൾ നൽകണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാൾക്ക് 1,00,000, 2,00,000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറവോ തുക കടം നൽകി. അയാൾ സാമ്പത്തികമായി ശേഷിയുള്ളവനും പണം നൽകാൻ തയ്യാറുള്ളവനും തിരിച്ചടവ് അനാവശ്യമായി വൈകിപ്പിക്കാത്തവനുമാണെങ്കിൽ ആ പണത്തിൻ്റെ സക്കാത്ത് നിങ്ങളുടെ ബാധ്യതയാണ്. അതായത് ആ പണത്തിന് ഓരോ വർഷം കഴിയുമ്പോഴും സക്കാത്ത് നൽകണം. അതേസമയം കടം വാങ്ങിയ വ്യക്തിയുടെ കൈവശം ആ പണം ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഇത് കടം വാങ്ങിയ വ്യക്തിയാണ്, അവനും അവൻ്റെ കൈവശമുള്ള ആ സമ്പത്തിന് സക്കാത്ത് നൽകണം. എന്നാൽ അയാൾ ആ പണം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അയാളുടെ മേൽ സക്കാത്തില്ല. നിങ്ങൾ കടം നൽകിയ പണത്തിന് സക്കാത്ത് നൽകണം. കാരണം അത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സമ്പത്താണ്. അത് ഒരു സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയുടെ ബാധ്യതയിൽ കടമായി ഉള്ളതിനാൽ അതിൻ്റെ സക്കാത്ത് നിങ്ങൾ നൽകേണ്ടതാണ്. എന്നാൽ ആ പണം ഒരു ദരിദ്രൻ്റെ കൈവശമാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചടവ് വൈകിപ്പിക്കുന്ന ഒരാളുടെ കൈവശമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സക്കാത്ത് നൽകേണ്ടതില്ല. അപ്പോൾ സാമ്പത്തികമായി കഴിവുള്ള ഒരാൾക്കാണ് കടം കൊടുത്തത്, അയാൾക്ക് തിരിച്ചു തരാൻ കഴിവുള്ള ആളാണെങ്കിൽ സക്കാത്ത് എല്ലാ വർഷവും കൊടുക്കണം. ഒരു ദരിദ്രനാണ് കടം കൊടുത്തത്, ആ ദരിദ്രൻ തിരിച്ച് കടം തരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നു, ഇങ്ങനെ നീട്ടി പറയൂലേ ചില ആൾക്കാർ, അതിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഒരേ പണത്തിന് 2 സക്കാത്ത് വരുന്നതല്ലേ? കടം നൽകിയവനും സക്കാത്ത് നൽകുന്നു, കടം വാങ്ങിയവനും സക്കാത്ത് നൽകുന്നു. അപ്പോൾ ഷെയ്ഖ് റഹിമഹുള്ള മറുപടി പറഞ്ഞു, അവ 2 വ്യത്യസ്ത സമ്പത്തുകളാണ്, ഒരേ സമ്പത്തല്ല. കടം നൽകിയവൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയുടെ ബാധ്യതയിൽ കടമായി അവൻ്റെ സമ്പത്ത് നിലനിൽക്കുന്നു, അതിനാൽ അവൻ അതിന് സക്കാത്ത് നൽകുന്നു. കടം വാങ്ങിയവൻ്റെ കാര്യത്തിൽ ആ പണം ഇപ്പോഴും അവൻ്റെ കൈവശം നിലനിൽക്കുന്നുവെങ്കിൽ അവൻ അതിന് സക്കാത്ത് നൽകുന്നു. എന്നാൽ അയാൾ അത് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവൻ്റെ മേൽ സക്കാത്തില്ല. ഇനി ഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുള്ള തന്നെ മറ്റൊരു ഫത്വയിൽ പറഞ്ഞത്, നിങ്ങളോട് കടമുള്ള വ്യക്തി സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിലും പണം തിരികെ നൽകുന്നത് അനാവശ്യമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പണം തിരികെ ലഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം ഇതാണ്: ആ പണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈവശം തിരികെ ലഭിക്കുന്നത് വരെ അതിന് സക്കാത്ത് നിർബന്ധമില്ല. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയിൽ നിന്നോ പണം നൽകുന്നത് നീട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് പണം തിരികെ ലഭിച്ചാൽ ആ ദിവസം മുതൽ ഒരു വർഷം, ഹിജ്റ വർഷം പൂർത്തിയാക്കിയ ശേഷം അതിന് സക്കാത്ത് നൽകണം. അതേസമയം ആ പണം അവരുടെ കൈവശമുണ്ടായിരുന്ന മുൻ വർഷങ്ങളിൽ ഒന്നിൻ്റെ സക്കാത്ത് നിങ്ങൾ സ്വമേധയാ നൽകുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അപ്പോൾ കടം കൊടുത്തു, ആ ദരിദ്രൻ ആ കടം തിരിച്ചു തരുന്നില്ല അല്ലെങ്കിൽ നീട്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം അതിന് സക്കാത്ത് എന്താണ്, ആ കടം തിരിച്ചു കിട്ടിയ അന്ന് മുതൽ ഒരു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിന് മാത്രം സക്കാത്ത് നൽകിയാൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ
ഓരോ വർഷവും സക്കാത്ത് നൽകുകയാണെങ്കിൽ തെറ്റില്ല എന്ന് ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ വർഷവും സക്കാത്ത് കൊടുത്താലും തെറ്റില്ല. എന്നാൽ ശരിയായ അഭിപ്രായം ഇതല്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള പറയാണ്. ശരിയായ അഭിപ്രായം പണം തിരികെ ലഭിച്ച ദിവസം മുതൽ 1 വർഷം കാത്തിരിക്കണം. തുടർന്ന് 1 വർഷം പൂർത്തിയായാൽ മാത്രമേ അതിന് ആ ഒറ്റ വർഷത്തെ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ ഇതിൻ്റെ അറബി വചനങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ കാണാം. അതിൻ്റെ പിന്നെ സ്രോതസ്സും എല്ലാം ഡിസ്ക്രിപ്ഷൻ ചാനലിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.